എക്കോട്ടോൺ ആൻഡ് എഡ്ജ് എഫക്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ നമുക്കറിയാം എക്കോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ട്രാൻസിഷൻ സോൺ ആണ്. ട്രാൻസിഷൻ സോൺ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 or more ഡിഫറെന്റ് കമ്മ്യൂണിറ്റി മീറ്റ്, മെർജ് ആൻഡ് ഓവർലാപ്പ്. ഒരു എക്കോട്ടോൺ ആകുമ്പോൾ രണ്ടോ അതിലധികമോ കമ്മ്യൂണിറ്റി മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റ് ചെയ്ത് മെർജ് ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലമാണ് എക്കോട്ടോൺ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ എക്കോട്ടോണിനെ ഇതിനെ സാധാരണ നമ്മൾ പറയുന്ന വേറെ പേരായിട്ട് ഈസ് കാൾഡ് ടെൻഷൻ സോൺ, അതല്ലെങ്കിൽ ടെൻഷൻ ബെൽറ്റ് എന്നൊക്കെ സാധാരണ കേസിൽ പറയാറുണ്ട്. എക്കോട്ടോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിരിക്കും. കോമ്പറ്റീഷൻ ഫോർ റിസോഴ്സസ് ഇസ് വെരി സിവിയർ ആയിട്ടുള്ള സ്ഥലമാണ് ശരിക്കും ഏത് എന്ന് പറയുന്നത്, എക്കോട്ടോൺ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നമ്മൾ സാധാരണ കേസിൽ എക്കോട്ടോണൽ കമ്മ്യൂണിറ്റിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് കാൾഡ് വാട്ട്, എഡ്ജ് കമ്മ്യൂണിറ്റി എന്ന് സാധാരണ കേസിൽ പറയാറുണ്ട്. എക്കോട്ടോണൽ കമ്മ്യൂണിറ്റിനെ നമ്മൾ ഈ എഡ്ജ് കമ്മ്യൂണിറ്റി എന്നുള്ള പേരും കൂടി പറയാറുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇപ്പൊ ഒരു രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ കൂടിച്ചേരുന്ന ഒരു പ്ലേസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ആണെങ്കിൽ നമുക്ക് അവിടെ സാധാരണ കേസിൽ ത്രീ സെറ്റ് ഓഫ് പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ 3 സെറ്റ് ഓഫ് പോപ്പുലേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോ ഈ ട്രാൻസിഷൻ സോണിൽ മാത്രം, അതായത് ഇപ്പൊ ഒരു ഏരിയ ഇങ്ങനെ വന്നിട്ട് മറ്റേ ഏരിയ ഇങ്ങനെ കൂടി കലർന്ന ഒരു ഭാഗം എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്ത് മെർജ് ചെയ്ത് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ എക്കോട്ടോൺ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ മാത്രം ഫുൾ ടൈം കാണുന്ന ജീവികളെ നമുക്ക് കാണാൻ പറ്റും ഇതുമായിട്ട് ബന്ധമുള്ള. അതേപോലെ തന്നെ മറ്റേ ഭാഗത്തുള്ള ഈ സൈഡിലുള്ള ഭാഗത്തുള്ള ജീവികൾ ചിലപ്പോൾ ഇങ്ങോട്ട് വരും. ഫുൾ ടൈം ഒരു പക്ഷെ എക്കോട്ടോണൽ റീജിയനിലാവില്ല എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള ഭാഗത്തുള്ള ജീവികൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എക്കോട്ടോൺ ഏരിയയിലേക്ക് പോരും. ചില സമയത്ത് വരും, വന്നിട്ട് സമയം കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തിരിച്ചു പോകും. അപ്പൊ 3 ടൈപ്പ് ജീവികൾ, ഒന്ന് എ എന്ന് പറയുന്ന ഒരു എക്കോട്ടോണിൽ എ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ബി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, എയും ബിയും മെർജ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഫുൾ ടൈം കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പോപ്പുലേഷൻ. അപ്പൊ അങ്ങനെയുള്ള 3 ഡിഫറെന്റ് സെറ്റ് പോപ്പുലേഷൻ നമുക്ക് കാണാൻ പറ്റും ശരിക്കും നോർമലി നമ്മൾ ഒരു എക്കോട്ടോണൽ കമ്മ്യൂണിറ്റി നമ്മൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എക്കോട്ടോണൽ കമ്മ്യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സ്പീഷീസ് അബണ്ടൻസ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഹയർ പോപ്പുലേഷൻ ഡെൻസിറ്റി, നല്ല പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഏരിയ ആയിരിക്കും. ഇപ്പൊ നമ്മൾ അഡ്ജസന്റ് കമ്മ്യൂണിറ്റിനെ വെച്ച് നോക്കുമ്പോൾ നല്ല പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഏരിയ ആയിരിക്കും ശരിക്കും ഏത് എന്ന് പറയുന്നത്, ഈ എക്കോട്ടോൺ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈസ് കാൾഡ് പ്രിൻസിപ്പിൾ ഓഫ് എഡ്ജസ് എന്നും സാധാരണ കേസിൽ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി കാണുന്ന റീജിയൻ ആണ് ശരിക്കും ഏത് എന്ന് പറയുന്നത്, എക്കോട്ടോൺ എന്ന് പറയുന്നത്. അതിനെ സാധാരണ നമ്മളവിടെ എഡ്ജ് എഫക്റ്റ് എന്നൊക്കെ സാധാരണ കേസിൽ അതിനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അത്ര പേര് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് എഡ്ജസ്, അതേപോലെ തന്നെ എഡ്ജ് എഫക്റ്റ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറെ പേരാണ് ടെൻഷൻ സോൺ അല്ലെങ്കിൽ ടെൻഷൻ ബെൽറ്റ് എന്നൊക്കെ സാധാരണ കേസിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയാറുണ്ട്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോ ഇപ്പൊ ഫുൾ ടൈം, അതായത് ഫുൾ ടൈം ഈ എക്കോട്ടോണൽ റീജിയനിൽ അല്ലെങ്കിൽ അവിടെ ഫുൾ ടൈം, ഞാൻ പറഞ്ഞു ചില ജീവികൾ അവിടെ ഫുൾ ടൈം ഉണ്ടാവും, ചിലത് കമ്മ്യൂണിറ്റി എ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബി ഉണ്ടാവും, എക്കോട്ടോണായിട്ട് ബന്ധമുള്ള ജീവികളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറഞ്ഞു. ഈ ഫുൾ ടൈം തന്നെ ഇപ്പോ പിന്നെ മോസ്റ്റ് ഓഫ് ദയർ ടൈം എക്കോട്ടോണൽ റീജിയനിൽ ജീവിക്കുന്ന ജീവികളെ നമ്മൾ എഡ്ജ് സ്പീഷീസ് എന്ന് സാധാരണ കേസിൽ പറയാറുണ്ട്. എഡ്ജ് സ്പീഷീസ് എന്ന് സാധാരണ കേസിൽ പറയാറുണ്ട്. ഇപ്പൊ എക്കോട്ടോണിന് ഒരുപാട് എക്സാമ്പിൾസ് ആണ് സാധാരണ കേസിൽ. ബോർഡർ ബിറ്റ്വീൻ എ ഷ്രബ് കമ്മ്യൂണിറ്റി ആൻഡ് എ മാർഷ് കമ്മ്യൂണിറ്റി, ഷ്രബ് കമ്മ്യൂണിറ്റി ബോർഡർ എക്കോട്ടോൺ ആണ്. അതേപോലെ തന്നെ ബാങ്ക് ഓഫ് സ്ട്രീം റണ്ണിങ് ത്രൂ എ മെഡോ, മാച്ചിൽ പ്രദേശത്ത് കൂടി പോകുന്ന ഒരു സ്ട്രീം ശരിക്ക് എന്ത് എക്കോട്ടോൺ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ എസ്റ്റുറിന്റെ ഭാഗത്ത് കൂടി പോകുന്ന മാച്ചിൽ പ്രദേശം എസ്റ്റുറിയും കൂടി കൂടിയിട്ടുള്ള ഭാഗം. അതല്ലെങ്കിൽ ജംഗ്ഷൻ സോൺ ബിറ്റ്വീൻ ഫോറസ്റ്റ് ആൻഡ് ഗ്രാസ്ലാൻഡ്, ഫോറസ്റ്റിന്റെയും ഗ്രാസ്ലാൻഡിന്റെയും ഇടയിലുള്ള ജംഗ്ഷൻ സോൺ ഒരു എക്കോട്ടോണിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്കോട്ടോൺ. അതേപോലെ തന്നെ എഡ്ജ് എഫക്റ്റ്, അതുപോലെ തന്നെ ടെൻഷൻ ബെൽറ്റ്, അതേപോലെ തന്നെ ടെൻഷൻ സോൺ, അതുപോലെ തന്നെ എഡ്ജ് സ്പീഷീസ്, അങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് എഡ്ജസ് എന്ന് പറയുന്ന സംഗതികളൊക്കെ. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇനി നമുക്ക് നോക്കാം. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന സംഗതി.
അപ്പൊ ഈ സ്പീഷീസ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയന്റ് ഡൈവേഴ്സിറ്റി നമ്മൾ കേട്ടത് നമുക്കറിയാം. നമ്മളൊരു പിന്നെ ഇത് എടുക്കുകയാണെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഒരു മൊത്തം ഏരിയ നമ്മൾ എടുക്കുകയാണെങ്കിൽ, എൻറ്റയർ ജോഗ്രഫിക്കൽ റീജിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വ്യത്യസ്ത റീജിയൻസ് ആയിട്ട് തരംതിരിച്ചു. നമുക്കറിയാം ഏറ്റവും സെൻട്രൽ നമുക്കറിയാം ഇക്വേറ്റർ ആണ്, ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്ന ഭാഗം. അതേപോലെ തന്നെ മുകളിലേക്ക് നോർത്ത് പോളും അടിഭാഗത്തേക്ക് സൗത്ത് പോളും ആണ് അല്ലെ. ഏകദേശം നമുക്കറിയാം ഈ നോർത്ത് പോള് പോളാർ റീജിയൻ, ആർട്ടിക് റീജിയൻ, അതേപോലെ തന്നെ താഴത്തേക്ക് നമുക്കറിയാം അന്റാർട്ടിക് റീജിയൻ എന്നൊക്കെയാണ് സാധാരണ കേസിൽ പറയുന്നത്. അപ്പൊ ഇതിൽ 0° ഇക്വേറ്റർ ആണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്, അതാണ് സെൻട്രൽ. അപ്പൊ അതിന്റെ മോൾ ഭാഗത്തേക്ക് നമ്മൾ നോർത്തിലേക്ക് നമ്മൾ ഒരു ഏകദേശം 23.5° നോർത്ത്, അതുപോലെ തന്നെ 23.5° സൗത്തിലേക്കുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ സോൺ എന്നാണ് സാധാരണ കേസിൽ പറയാം. ഇനി അതേപോലെ തന്നെ അതിന്റെ മുകളിലേക്ക് ഏകദേശം 65° നോർത്തിലേക്കും 65.5° സൗത്തിലേക്കുള്ള ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ സോൺ എന്ന് പറയുന്നത്. എനിക്ക് അറിയുന്ന ഭാഗമാണ്. പിന്നെ അതിന്റെ മുകൾക്കാണ് ആർട്ടിക് സോൺ, ഏറ്റവും അടിഭാഗത്ത് നമുക്കറിയാം അന്റാർട്ടിക് സോൺ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഭൂമധ്യരേഖയോട് അടുത്ത ഭാഗം, ഇക്വറ്റോറിയൽ റീജിയനോട് അടുത്ത ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ടാവുക. സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ട്രോപ്പിക്കൽ റീജിയൻ. അപ്പൊ ട്രോപ്പിക്കൽ റീജിയൻ നമുക്കറിയാം നോർത്തിലേക്കുള്ള ഈ 23.5° നോർത്തിലേക്ക് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നും, സൗത്തിലേക്ക് 23.5° സൗത്തിലേക്കുള്ള ഭാഗം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്നൊക്കെയാണ് സാധാരണ കേസിൽ പറയാം. അപ്പൊ ഇവിടെ ഇതിന്റെ ഈ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ നല്ല സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടിയിട്ടുള്ള ഭാഗം ആണ് ഏത് എന്ന് പറയുന്നത് ഈ ഒരു ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. നോർത്തിലേക്കും സൗത്തിലേക്കും ആർട്ടിക് റീജിയനിലേക്കും അന്റാർട്ടിക് റീജിയനിലേക്കും, അതായത് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും പോകുന്നതിനനുസരിച്ചിട്ട് സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തിരി ഒരു സംഗതി നമ്മളുടെ ഐഡിയയിൽ നമുക്ക് ഉണ്ടാവണം, അതായത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രാഡിയന്റ് ഡൈവേഴ്സിറ്റി പറയുന്ന സമയത്ത് നമുക്ക് പറയാം എന്താ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാം. ശരിക്കും സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്പീഷീസ് ആൻഡ് അബണ്ടൻസ് ഓഫ് ഈച്ച് സ്പീഷീസ് ദാറ്റ് ലിവ് ഇൻ പർട്ടിക്കുലർ ലൊക്കേഷൻ. അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ജീവിക്കുന്ന ജീവികളുടെ നമ്പർ ഓഫ് സ്പീഷീസ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ റീജിയനിലുള്ള നമ്പർ ഓഫ് സ്പീഷീസും അതുപോലെ തന്നെ അബണ്ടൻസ് ഓഫ് ഈച്ച് സ്പീഷീസും ആണ് ശരിക്കും എന്ത് എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം അപ്പോ അബണ്ടൻസ് എന്ന് പറയുന്നത് നോർമലി ഞാൻ പറയും നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സ്പീഷീസ്, അതായത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സ്പീഷീസും അതേപോലെ തന്നെ ആ ടോട്ടൽ സ്പീഷീസിന്റെ നമ്പർ ഓഫ് സ്പീഷീസും. അപ്പോ അതാണ് സാധാരണ കേസിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നോർമലി 2 മില്യന്റെ അടുത്തോളം സ്പീഷീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1.8 എന്നൊക്കെയാണ് സാധാരണ പറയുന്നത്. 1.8 മില്യൺ സ്പീഷീസിനെ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഏകദേശം 1 മില്യന്റെ അടുത്ത് എന്ന് പറയുന്നത് ഇൻസെക്ട് ആണ്. അപ്പൊ നമുക്കറിയാം ഇൻസെക്ട് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമുക്കറിയാം ആർത്രോപോഡ് എന്ന് പറയുന്ന ഈ ഭാഗം, ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമൽ കിങ്ഡം, ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവികൾ ഉള്ളത് ഇൻസെക്റ്റുകളാണ്. നമുക്കറിയാം ആനിമൽസിൽ ഏറ്റവും കൂടുതൽ. ഇനി നമുക്ക് നോക്കാം ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഭാഗം നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇതിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകും തോറും, പോളാർ റീജിയനിലേക്ക് അതായത് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും പോകും തോറും പിന്നെ ഈ സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റിയിൽ വ്യത്യാസം വരികയാണ്. അതായത് അങ്ങോട്ട് പോളിലേക്ക് പോകും തോറും ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പൊ അതിന്റെ ഒരുപാട് കാരണങ്ങൾ ഇക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. അതിൽ ഒരുപാട് പിന്നെ എന്താ പറയാ ഹൈപ്പോത്തസിസ് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് 3 ജനറൽ ഹൈപ്പോത്തസിസ് ആണ് ഇതിന്റെ ഒരു കാരണം പറയുന്നത്. അതായത് ഈ നോർത്ത് പോളിലേക്ക് പോകുന്തോറും സൗത്ത് പോളിലേക്ക് പോകുന്തോറും സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരാനുള്ള കാരണം ഇവര് മെയിൻ ആയിട്ട് പറയുന്നത് 3 റീസൺസ് ആണ്. ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സ്പേഷ്യൽ ഓർ ഏരിയ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്, സ്പേഷ്യൽ ഓർ ഏരിയ ഹൈപ്പോത്തസിസ്. രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസ്. മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ബയോട്ടിക് ഹൈപ്പോത്തസിസ്. അപ്പൊ 3 ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് സ്പേഷ്യൽ ഓർ ഏരിയ ഹൈപ്പോത്തസിസ്. രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇസ് കാൾഡ് ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസ്. മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ബയോട്ടിക് ഹൈപ്പോത്തസിസ് ആണ്. ഈ സ്പേഷ്യൽ അല്ലെങ്കിൽ ഏരിയ ഹൈപ്പോത്തസിസിൽ തന്നെ 5 മേജർ ഹൈപ്പോത്തസിസ് ഉണ്ട്. അതായത് അത് മെയിൻലി ഡിപ്പെൻഡ് ഓൺ വാട്ട് ദി സ്പേഷ്യൽ അല്ലെങ്കിൽ ഏരിയൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ്
ഈ സ്പേഷ്യൽ അല്ലെങ്കിൽ ഏരിയ ഹൈപ്പോത്തസിസ് പറയുന്നത്. ആ സ്പേഷ്യൽ അല്ലെങ്കിൽ ഏരിയ ഹൈപ്പോത്തസിസ് ഞാൻ പറയുന്നത് there are 5 മേജർ ഹൈപ്പോത്തസിസ് ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, സ്പേഷ്യൽ അല്ലെങ്കിൽ ഏരിയൽ ക്യാരക്ടേഴ്സ് നോക്കിയിട്ടാണ് സാധാരണ കേസിൽ ഹൈപ്പോത്തസിസ് പറയുന്നത്. അതിൽ 5 ഹൈപ്പോത്തസിസ് ഉണ്ടെന്ന് പറയാം. അതിൽ ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് ആണ് മിഡ് ഡൊമൈൻ എഫക്ട് എന്ന് പറയുന്ന സംഗതി, മിഡ് ഡൊമൈൻ എഫക്ട്. രണ്ടാമത്തതാണ് ഇറ്റ് ഈസ് കാൾഡ് വാട്ട്, ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ്. രണ്ടാമത്തത് ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ്. നാലാമത്തതാണ് ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസ്. ആൻഡ് അഞ്ചാമത്തത് ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ഹൈപ്പോത്തസിസ്. അപ്പൊ ഞാൻ പറഞ്ഞു 3 ജനറൽ ഹൈപ്പോത്തസിസ് ഉണ്ട്. അതായത് ഹൈപ്പോത്തസിസ് ഫോർ ഇതിന്റെ പാറ്റേൺ ഓഫ് ഡൈവേഴ്സിറ്റി, ആയിട്ട് സ്പേഷ്യൽ ഓർ ഏരിയ ഹൈപ്പോത്തസിസ്, ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസ്, ബയോട്ടിക് ഹൈപ്പോത്തസിസ്. അതിൽ സ്പേഷ്യൽ ഓർ ഏരിയ ഹൈപ്പോത്തസിസ് ഞാൻ പറഞ്ഞു നിങ്ങളോട് 5 മേജർ ഹൈപ്പോത്തസിസ് ഉണ്ട്. ഒന്നാമത്തത് മിഡ് ഡൊമൈൻ എഫക്റ്റ് ആണ്. രണ്ടാമത്തതാണ് ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ്. മൂന്നാമത്തതാണ് സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ്. നാലാമത്തതാണ് ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസ്. അഞ്ചാമത്തെ ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. അപ്പൊ ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാം മിഡ് ഡൊമൈൻ എഫക്റ്റ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു സ്പീഷീസ് റിച്ച്നെസ്. അതായത് ജോഗ്രഫിക്കൽ നിയന്ത്രണങ്ങൾ, ജോഗ്രഫിക് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ നിയന്ത്രണങ്ങൾ, അതാണ് ശരിക്കും ഒരു സ്പീഷീസ് റിച്ച്നെസ്സിലേക്ക് അല്ലെങ്കിൽ സ്പീഷീസ് റിച്ച്നെസ്സിന് കാരണം എന്നുള്ളതാണ് പറയുന്നത് മിഡ് ഡൊമൈൻ എഫക്ട്. ഈ മിഡ് ഡൊമൈൻ എഫക്റ്റിൽ പറയുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഏരിയയിൽ ഇപ്പോൾ ഒരു ഷഫിൾഡ് ആയിട്ട് അല്ലെങ്കിൽ റാൻഡംലി ആണ്, അല്ലെങ്കിൽ സ്പീഷീസ് റേഞ്ചസ് ഷഫിൾഡ് അല്ലെങ്കിൽ റാൻഡംലി ആയിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ഡൊമൈൻ ആണെന്ന് വിചാരിക്കാം. അതായത് അങ്ങനെയുള്ള ഒരു ഏരിയ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൾഡ് വാട്ട്, അതിന്റെ സെന്റർ ആയിരിക്കും, സെന്റർ ഓഫ് ദ ഡൊമൈനിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് ശരിക്കും എന്ത് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കാൾഡ് വാട്ട് മിഡ് ഡൊമൈൻ പീക്ക് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് എന്നാണ് സാധാരണ മനസ്സിലാവുക. അപ്പൊ ഇതാണ് ശരിക്കും മിഡ് ഡൊമൈൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ ജോഗ്രഫിക്കൽ കൺസ്ട്രെയിൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് സ്പീഷീസ് റിച്ച്നെസ്, അതുപോലെ തന്നെ ഒരു ഷഫിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റാൻഡംലി അല്ലെങ്കിൽ സ്പീഷീസ് റേഞ്ചസ് ആർ ഷഫിൾഡ് റാൻഡംലി വിത്തിൻ ബൗണ്ടഡ് ജോഗ്രഫിക്കൽ ഡൊമൈൻ ഫ്രീ ഫോർ എൻവയറമെന്റൽ ഗ്രേഡിയൻസ് ഓർ റേഞ്ചസ് ഓവർലാപ്പ് ഇൻക്രീസിംഗ് ടുവർഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ സ്പീഷീസ് അതിന്റെ ടെൻഡൻസി എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ ഡൊമൈനിലായിരിക്കും. അതാണ് ശരിക്കും എന്ത് എന്ന് പറയുന്നത് മിഡ് ഡൊമൈൻ പീക്ക് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾവെൽ എന്ന് പറയുന്ന ആള്, കോൾവെൽ എറ്റോൾ എന്ന് പറയുന്ന, കോൾവെലും അദ്ദേഹത്തിന്റെ കോവർക്കേഴ്സും കോൾവെൽ എറ്റോൾ ആണ് ഈ ഒരു സംഗതി പറഞ്ഞത്. അപ്പൊ അതാണ് ഒന്നാമത്തത് മിഡ് ഡൊമൈൻ എഫക്റ്റ് എന്ന് പറയുന്ന എഫക്റ്റ്. ഇനി രണ്ടാമത്തതാണ് ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സംഗതി. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ് പറഞ്ഞത് ടെർബോ എന്ന് പറയുന്ന ആള്, ടെർബോ, TERBOUGH. ഓക്കെ. അതേപോലെ തന്നെ റോസൻ വിക്ക് എന്ന് പറയുന്ന ആൾക്കാർ, രണ്ടാൾക്കാർ. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ ഈ ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഇറ്റ് അസേർട്ട് ദാറ്റ് ട്രോഫിക് ആർ ദ ലാർജസ്റ്റ് ബയോം. ട്രോഫിക്കിലാണ് ഏറ്റവും കൂടുതൽ ബയോംസ് അല്ലെങ്കിൽ ജീവികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആൻഡ് ലാർജസ്റ്റ് ജോഗ്രഫിക്കൽ ലാർജസ്റ്റ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ ട്രോഫിക് ആർ ദ ലാർജസ്റ്റ് ബയോം, ട്രോഫിക് ആണ് ലാർജസ്റ്റ് ബയോം ഉള്ളത്. ആൻഡ് ദാറ്റ് ലാർജസ്റ്റ് ട്രോഫിക്കൽ ഏരിയ ക്യാൻ സപ്പോർട്ട് മോർ സ്പീഷീസ്. അപ്പം ലാർജസ്റ്റ് ബയോം ഉള്ളത് ട്രോഫിക്കൽ റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ ആ ലാർജസ്റ്റ് ആയിട്ടുള്ള ട്രോഫിക്കൽ ഏരിയ എന്ത് ചെയ്യും, കൂടുതൽ സ്പീഷീസ് ഉണ്ടാവാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ആര് പറയുന്നത്, ഇവര് പറയുന്നത്. അപ്പൊ ഇതാണ് ഏത് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റാള് പറഞ്ഞതും പിന്നെ റോസൻവിക്ക് പറഞ്ഞതും സെയിം തന്നെയാണ്, സംഭവം മാറ്റമൊന്നുമില്ല. അത് മോർ ഏരിയാസ് ഇൻ ദ ട്രോഫിക് അലോ സ്പീഷീസ് ടു ഹാവ് ലാർജർ റേഞ്ചസ് ആൻഡ് കോൺസിക്വന്റ്ലി ലാർജർ പോപ്പുലേഷൻ സൈസ്. മോർ ഏരിയ, ട്രോഫിക്കൽ റീജിയനിൽ മോർ ബയോംസ് ഉണ്ട്, മോർ ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ലാർജർ പോപ്പുലേഷൻ സൈസ് ഉണ്ടാവാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഈ റോസൻവിക്ക് പറഞ്ഞത്. അപ്പം അതാണ് ഒന്ന് മിഡ് ഡൊമൈൻ എഫക്റ്റ് പറഞ്ഞു, രണ്ടാമത്തേത് പറഞ്ഞു ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ഹൈപ്പോത്തസിസ് ആണ് സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ്. ഈ സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ദ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഇപ്പം ഏറ്റവും കൂടുതൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതൽ എവിടെയാണ്,
അത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻഡിവിജ്വൽ ഉണ്ടാവാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നോക്കുമ്പോഴും ശരിക്കും നമുക്ക് കാണാൻ പറ്റും ട്രോപ്പിക്കൽ റീജിയൻ ആണ് ആ ഒരു സംഗതി ഉള്ളത്. അപ്പോൾ ദിസ് ഹൈപ്പോത്തസിസ് പ്രൊപ്പോസസ് ദാറ്റ് higher the net primary productivity, the more individual can be supported and more species there will be in an area. പിന്നെ ഹയർ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ആ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മോർ ഇൻഡിവിജ്വൽ ഉണ്ടാവാൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആയി കഴിഞ്ഞാൽ അവിടെ സ്പീഷീസിന്റെ എണ്ണം കൂടും. അതാണ് സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. അപ്പൊ 3 ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഫസ്റ്റ് ഹൈപ്പോത്തസിസ് മിഡ് ഡൊമൈൻ എഫക്ട്, രണ്ടാമത്തത് ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ്, മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് എന്ന സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ്. ഇനി നാലാമത്തെ ഹൈപ്പോത്തസിസ് ആണ് ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസ്. ഈ ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ക്ലൈമറ്റ് ഇപ്പൊ നമ്മൾ ഹയർ ലാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് നമ്മൾ പോളാർ റീജിയനിലേക്ക് പോവുകയാണ്, ചില പോളാർ റീജിയന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ട് കോൾഡർ ആയിരിക്കും ആൻഡ് ഡ്രയർ ആയിരിക്കും. കോൾഡർ ആൻഡ് ഡ്രയർ ദാൻ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ്. അതായത് ലോവർ ലാറ്റിറ്റ്യൂഡിനെക്കാളും, അതായത് ട്രോപ്പിക്കൽ റീജിയനേക്കാളും കൂടുതലായിട്ട് കോൾഡും അല്ലെങ്കിൽ ഡ്രൈയും ആയിട്ടുള്ള ഏരിയ ആയിരിക്കും ഏത് എന്ന് പറയുന്നത് ഈ പോളാർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റീജിയനിൽ ജീവികൾ പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പൊ ക്ലൈമറ്റ് അവിടെ പ്രശ്നമാണ്. ക്ലൈമറ്റിന്റെ എന്താ പറയാ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവിടെ സ്പീഷീസിന്റെ എണ്ണം കുറയും. ആ ഒരു പ്രശ്നം എവിടെ കാണുന്നില്ല? ട്രോപ്പിക്കൽ റീജിയനിൽ കാണുന്നില്ല. അതാണ് ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. ഇനി അതേപോലെ തന്നെ വേറൊരു ഹൈപ്പോത്തസിസ് ആണ് ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ട്രോപ്പിക്കൽ റീജിയനും അല്ലെങ്കിൽ മറ്റുള്ള ടെമ്പറേറ്റ് റീജിയൻ അല്ലെങ്കിൽ മറ്റുള്ള റീജിയനും ഒക്കെ നമ്മൾ അങ്ങോട്ട് നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ട്രോപ്പിക്കൽ റീജിയനിൽ അവിടുത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രഡിക്റ്റബിൾ ആണ്, അതേപോലെ തന്നെ സീസണൽ ആണ്, അതേപോലെ തന്നെ വലിയൊരു ഫ്ലക്ച്വേഷൻ, പെട്ടെന്നുള്ള ഒരു ചേഞ്ചസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ സ്പീഷീസ് ഉണ്ടാവാൻ കാരണമാവും എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ശരിക്കും ഏത് എന്ന് പറയുന്നത് ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഹൈപ്പോത്തസിസ് പാറ്റേണുകൾ പറഞ്ഞു, അതിൽ സ്പേഷ്യൽ ഏരിയ ഹൈപ്പോത്തസിസ് പറഞ്ഞു, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസ് പറഞ്ഞു, ബയോട്ടിക് ഹൈപ്പോത്തസിസ് പറഞ്ഞു. അതിൽ സ്പേഷ്യൽ ഏരിയ ഹൈപ്പോത്തസിസിലുള്ള 5 മേജർ ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഒന്നാമത്തെ ഹൈപ്പോത്തസിസ് ആണ് മിഡ് ഡൊമൈൻ എഫക്ട്, രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് ആണ് ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ്, മൂന്നാമത്തെ ഹൈപ്പോത്തസിസ് ആണ് സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ്, നാലാമത്തെ ഹൈപ്പോത്തസിസ് ആണ് ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസ്, അഞ്ചാമത്തതാണ് ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ഹൈപ്പോത്തസിസ്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഹൈപ്പോത്തസിസ്. ഇതിൽ 3 മേജർ ഹൈപ്പോത്തസിസ് ആണ് ഇതിൽ വരുന്നത്. ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ എവല്യൂഷണറി റേറ്റ് ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ഓഫ് എഫക്റ്റീവ് എവല്യൂഷണറി ടൈം ഹൈപ്പോത്തസിസ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റെവല്യൂഷണറി ഹൈപ്പോത്തസിസിലെ ഫസ്റ്റ് ഹൈപ്പോത്തസിസ് ആണ് ദ ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. ഇപ്പോൾ നമുക്കറിയാം, കൂടുതലായിട്ട് സ്പീഷീസ് കൊളനൈസ് ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ റീകൊളനൈസ് ചെയ്യണമെങ്കിലോ അവിടെ ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പോൾ ഗ്ലേഷിയേഷൻസ് പോലത്തെ സംഗതികൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമ്മളിപ്പോ ടെമ്പറേറ്റ് റീജിയൻ അല്ലെങ്കിൽ അത് പോളാർ റീജിയനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രോപ്പിക്കൽ റീജിയനെ അപേക്ഷിച്ചിട്ട് അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ഗ്ലേസിയേഷൻ നടന്നിട്ടുണ്ട് കുറെ മുമ്പ്. അപ്പൊ അങ്ങനെ ഈ ഗ്ലേസിയേഷൻ ഒക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ എൻവയറമെന്റൽ പെർച്ചുർബേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ അത് അവിടെ സ്പീഷീസിന്റെ എണ്ണം കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ശരിക്കും ഏത് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ കുറെ മുമ്പ്, അതായത് പാസ്റ്റില് ഗ്ലേസിയേഷൻസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഗ്ലേസിയേഷൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഭാഗമാണ് ശരിക്കും ഏതെന്ന് പറയുന്നത് ഈ ടെമ്പറേറ്റ് അല്ലെങ്കിൽ നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻ അല്ലാത്ത റീജിയനിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സ്പീഷീസിന് കൊളനൈസ് ചെയ്യാനോ അതല്ലെങ്കിൽ റീകൊളനൈസ് ചെയ്യാനോ ഒരു ഏരിയയിലൊക്കെ ഈ ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻസ് സമ്മതിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രോപ്പിക്കൽ റീജിയനെ അപേക്ഷിച്ചിട്ട് അവിടെയുള്ള സ്പീഷീസിന്റെ എണ്ണം പൊതുവെ കുറവായിരിക്കും. അതാണ് ശരിക്കും ഏത് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഹൈപ്പോത്തസിസ്. ഈ രണ്ടാമത്തെ അതിൽ വരുന്ന ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഹൈപ്പോത്തസിസ് ആണ് ദി എവല്യൂഷണറി റേറ്റ് ഹൈപ്പോത്തസിസ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷണറി റേറ്റ് ഇൻ ദ ട്രോപ്പിക് ഹാവ്
caused a higher speciation rate and thus increased diversity at low latitude. അതായത് എവല്യൂഷണറി റേറ്റ് ഇപ്പൊ നമ്മൾ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് എവിടെയാണ്? നമുക്കറിയാം ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡിലാണ്, ട്രോപ്പിക്കൽ റീജിയനിലാണ്. ആ ട്രോപ്പിക്കൽ റീജിയനിൽ എവല്യൂഷൻ കൂടുതൽ നടന്നത് കൊണ്ട് തന്നെ അവിടെ സ്പീഷീസിന്റെ അളവ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അത് അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് എവല്യൂഷൻ നടക്കണം. പുതിയ സ്പീഷീസ് ഉണ്ടാണെങ്കിൽ നമുക്കറിയാം എവല്യൂഷണറി ചേഞ്ചസ് വരണം. അപ്പൊ ഈ എവല്യൂഷണറി ചേഞ്ചസ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രോപ്പിക്കൽ റീജിയനിലായിരിക്കും എന്തുണ്ടാവുക? പിന്നെ കൂടുതൽ സ്പീഷീസ് ഉണ്ടാവുക. ഏത് റീജിയനെ അപേക്ഷിച്ചിട്ട്? ട്രോപ്പിക്കൽ റീജിയൻ അല്ലാതെ ടെമ്പറേറ്റ് റീജിയൻ അല്ലെങ്കിൽ മറ്റുള്ള റീജിയനെ അപേക്ഷിച്ചിട്ട് സ്പീഷീസിന്റെ എണ്ണം കൂടുതൽ ഉണ്ടാവുക ട്രോപ്പിക്കൽ റീജിയൻ. അപ്പൊ എവല്യൂഷൻ ഏറ്റവും കൂടുതൽ നടന്നത് അവിടെ ആ ഏരിയയിൽ സ്പീഷീസിന്റെ എണ്ണം കൂടും. അതാണ് ശരിക്കും ഏത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്? എവല്യൂഷണറി റേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഹൈപ്പോത്തസിസ് ആണ് ദ ഹൈപ്പോത്തസിസ് ഓഫ് എഫക്റ്റീവ് എവല്യൂഷണറി ടൈം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിലൊന്നുമില്ല. അപ്പൊ പിന്നെ എഫക്റ്റീവ് എവല്യൂഷണറി ടൈം ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഡിറ്റർമിൻഡ് ബൈ ദി എവല്യൂഷണറി ടൈം അണ്ടർ വിച്ച് ദ എക്കോസിസ്റ്റം ഹാവ് എക്സിസ്റ്റഡ് ആൻഡ് റിലേറ്റഡ് under relatively unchanged condition and by the evolutionary speed. അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് എവല്യൂഷണറി നേരത്തെ പറഞ്ഞ അതേ സംഗതി. അപ്പൊ എവല്യൂഷൻ കൂടുതൽ നടന്നിട്ടുള്ള ഭാഗത്ത് സ്പീഷീസ് റിച്ച്നെസ് കൂടും. അതുപോലെ തന്നെ എവല്യൂഷന് കൂടുതൽ സമയം കിട്ടിയിട്ടുള്ള ഭാഗം, അതായത് കൂടുതൽ ഇപ്പൊ എവല്യൂഷൻ നടക്കാൻ സമയം കിട്ടിയിട്ടുള്ള ഭാഗം ഏതാണ് ആ ഭാഗത്ത് കൂടുതലായിട്ട് സ്പീഷീസ് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് ശരിക്കും ഹൈപ്പോത്തസിസ് ഓഫ് എഫക്റ്റീവ് എവല്യൂഷണറി ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഒക്കെ ഒന്ന് തന്നെയാണ്. എവല്യൂഷൻ കൂടുതൽ നടന്നിട്ടുള്ള ഭാഗത്ത് കൂടുതൽ സ്പീഷീസ് ഉണ്ടാവും. അതേപോലെ തന്നെ കൂടുതൽ എവല്യൂഷന് സമയം കിട്ടിയിട്ടുള്ള ഭാഗം ഏതാണോ, എഫക്റ്റീവായിട്ട് സമയം കിട്ടിയിട്ടുള്ള ഭാഗം ഏതാണോ ആ ഭാഗത്തായിരിക്കും കൂടുതൽ സ്പീഷീസ് ഉണ്ടാവും. അതാണ് ശരിക്കും ഏത് ഹൈപ്പോത്തസിസ് ഓഫ് എഫക്റ്റീവ് എവല്യൂഷണറി ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്നെണ്ണമാണ് ശരിക്കും ഇതിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ? ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസിൽ ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഹൈപ്പോത്തസിസ്, the evolutionary rate hypothesis, അതുപോലെ തന്നെ the hypothesis of effective evolutionary time എന്ന് പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, സ്പേഷ്യൽ ഓർ ഏരിയ ഹൈപ്പോത്തസിസ് പറഞ്ഞു, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ റവല്യൂഷണറി ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഇതിൽ സ്പേഷ്യൽ ഓർ ഏരിയ ഹൈപ്പോത്തസിസിൽ ഞാൻ പറഞ്ഞു മിഡ് ഡൊമൈൻ എഫക്റ്റ് പറഞ്ഞു, ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ് പറഞ്ഞു, സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ് പറഞ്ഞു, ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസ് പറഞ്ഞു, ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ഹൈപ്പോത്തസിസ് പറഞ്ഞു. അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഓർ എവല്യൂഷണറി ഹൈപ്പോത്തസിസിൽ ദ ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഹൈപ്പോത്തസിസ് പറഞ്ഞു, അതുപോലെ തന്നെ എവല്യൂഷണറി റേറ്റ് ഹൈപ്പോത്തസിസ്, അതുപോലെ തന്നെ എവല്യൂഷണറി ദ ഹൈപ്പോത്തസിസ് ഓഫ് എഫക്റ്റീവ് എവല്യൂഷണറി ടൈം ഓർ എഫക്റ്റീവ് എവല്യൂഷണറി ടൈം ഹൈപ്പോത്തസിസ് പറഞ്ഞു. ഇനിയുള്ള ഹൈപ്പോത്തസിസ് ആണ് ഏത് എന്ന് പറയുന്നത്? ബയോട്ടിക് ഹൈപ്പോത്തസിസ് പറയുന്ന ഹൈപ്പോത്തസിസ്, മൂന്നാമത്തെ ഹൈപ്പോത്തസിസ്. ഇതിലൊന്നുമില്ല, ഇക്കോളജിക്കൽ സ്പീഷീസ് ഇന്ററാക്ഷൻ, അതായത് ഇപ്പം കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ പ്രിഡേഷൻ, മ്യൂച്വലിസം ആൻഡ് പാരസിറ്റിസം, ഇതൊക്കെ സ്ട്രോങ്ങർ ആയിട്ട് നടക്കുന്നത് എവിടെയാണ്? നമുക്കറിയാം ട്രോപ്പിക്കൽ റീജിയനിലാണ്. അതായത് കോമ്പറ്റീഷൻ നടക്കുന്നതും പ്രിഡേഷൻ നടക്കുന്നതും മ്യൂച്വലിസം നടക്കുന്നതും പാരസൈറ്റിസം നടക്കുന്നതും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ സ്ട്രോങ്ങർ ആയിട്ട് കാണാൻ പറ്റുക ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ സ്പീഷീസ് ഇന്ററാക്ഷൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പിന്നെ ഈ ട്രോപ്പിക്കൽ റീജിയനിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ദാറ്റ് പ്രൊമോട്ട് സ്പീഷീസ് കോ എക്സിസ്റ്റൻസ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഓഫ് സ്പീഷീസ്. അപ്പം അങ്ങനെയുള്ള ഒരു സംഗതി, അതായത് ഇപ്പം കോമ്പറ്റീഷൻ, പ്രിഡേഷൻ, മ്യൂച്വലിസം, പാരസിറ്റിസം അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുന്നത് നമുക്കറിയാം ഏത് റീജിയനിലാണ്? ട്രോപ്പിക്കൽ റീജിയനിലാണ്. സ്പീഷീസുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത് ട്രോപ്പിക്കൽ റീജിയനിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേക സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റാത്തൊരു പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ ആ ജീവിക്ക് മാറ്റങ്ങൾ സംഭവിക്കും, അല്ലെ? അപ്പം ആ ജീവി പുതിയ സംഗതികളൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ ജീവിക്ക് ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അവസാനം ആ ജീവി പുതിയൊരു ജീവിയൊക്കെ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹൈപ്പോത്തസിസ് ആണ് ശരിക്കും ഏതെന്ന് പറയുന്നത്? ബയോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ സമയം കിട്ടിയത് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നടന്നത് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ റീജിയനിലായിരിക്കും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി. ഇവിടെ നമ്മൾ പറഞ്ഞ 3 ഹൈപ്പോത്തസിസ് ആണ് പറഞ്ഞത്. മെയിൻ ആയിട്ട് സ്പേഷ്യൽ ഏരിയ ഹൈപ്പോത്തസിസ്, ഹിസ്റ്റോറിക്കൽ എവല്യൂഷണറി ഹൈപ്പോത്തസിസ്, അതേപോലെ തന്നെ ബയോട്ടിക് ഹൈപ്പോത്തസിസ്. അതിൽ സ്പേഷ്യൽ ഏരിയ ഹൈപ്പോത്തസിസ് നമ്മൾ മിഡ് ഡൊമൈൻ എഫക്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഏരിയ ഹൈപ്പോത്തസിസ് പറഞ്ഞു, സ്പീഷീസ് എനർജി ഹൈപ്പോത്തസിസ് പറഞ്ഞു,
ക്ലൈമറ്റ് ഹാർഷ്നെസ് ഹൈപ്പോത്തസിസ് പറഞ്ഞു, ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ഹൈപ്പോത്തസിസ് പറഞ്ഞു, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ റെവല്യൂഷണറി ഹൈപ്പോത്തസിസിൽ ഹിസ്റ്റോറിക്കൽ പെർച്ചുർബേഷൻ ഹൈപ്പോത്തസിസ് പറഞ്ഞു, എവല്യൂഷണറി റേറ്റ് ഹൈപ്പോത്തസിസ് പറഞ്ഞു, എഫക്റ്റീവ് എവല്യൂഷണറി ടൈപ്പ് ഹൈപ്പോത്തസിസ്, ബയോട്ടിക് ഹൈപ്പോത്തസിസ് പറഞ്ഞു. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ എന്താണ് എക്കോട്ടോൺ എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എഡ്ജ് എഫക്ട് എന്താന്ന് പറഞ്ഞു. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇത്രയും സംഗതി?